സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എപ്പോഴത്തേയും പോലെ വർക്കായിട്ട് തന്നെയാണ്. ഇത് ഷിബീര് വണ്ടിയാണ്, ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ വർക്ക് ചെയ്തത്. പക്ഷേ ഇത് ഫ്രണ്ടിൽ നിന്ന് റണ്ണിങ്ങിൽ ടക്ക് 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 എന്ന് പറഞ്ഞൊരു ഒരു ശബ്ദം ഉണ്ടാകുന്നുണ്ട്, ഭയങ്കരമായിട്ടൊരു ഒരു ഒരു അഴുക്ക നോയ്സ്. അപ്പോൾ അതെന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കലേഷൻ്റെ അവിടെ വന്നതാണ് ഞാനും ജസീമുണ്ട്. ഷിബി വർക്കിലായിരുന്നു, അവൻ വിളിച്ച് പറഞ്ഞ് ഞാനും അവനും കൂടെ പോയി വണ്ടി എടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് വന്നു. അപ്പോൾ കലേഷയുടെ ഫുഡ് കഴിക്കാൻ പോയിക്കുകയാണ്. ആരിനോടെ ഉണ്ട്, അവൻ വണ്ടി ഓടിച്ച് നോക്കാൻ പോവുകയാണ്. എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഈ പറഞ്ഞ പോലെ ആക്സിലാണോ ഇല്ലെന്ന് അറിയില്ല, ബെയറിങ് പോയതാണോ ഇല്ലെന്ന് അറിയില്ല. ടക്ക് 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 എന്ന് പറഞ്ഞൊരു ആക്സിലേറ്റർ കൊടുത്തിട്ട് വിടുമ്പം ടക്ക് 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 എന്ന് പറഞ്ഞ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ കുറച്ച് ദൂരം ഓടിച്ച് നോക്കിയിട്ട് വന്നത്, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കലേശിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഓടിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഇത് എന്തായിരിക്കും സീമേ അറിയില്ല, മനസ്സിലായില്ല. പക്ഷേ ശബ്ദം കറക്റ്റായിട്ട് ടക്ക് ടക്ക് ടക്ക്. മറ്റേ ഈ ടയറിൽ സാധാരണ കമ്പി എന്തെങ്കിലും കയറിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് പീസ് ഇരുന്ന് ടക്ക് ടക്ക് എന്നുള്ള ശബ്ദം കേൾക്കും. പക്ഷേ അതല്ല, ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും, ടക്ക് 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 എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണ് പയ്യെ പോകുമ്പോഴും. എനിക്ക് തോന്നുന്നു ആക്സിലാവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്താണെന്നല്ല അവൻ ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഓടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലച്ചിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അത് ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ആക്സിലിലെ ശബ്ദം ആക്സിലാണോ എന്ന് അറിയില്ല, അവൻ ഓടിച്ച് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. പോവാണ്. വണ്ടി അവൻ എടുത്തപ്പോഴേ കളിയാ ഫ്രണ്ട് വീലിൽ നിന്ന് ടിക് 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 എന്നൊരു ശബ്ദം ആ ഫ്രണ്ട് വീലിൽ തന്നെ കിട്ടി. ഇങ്ങനെ ബെയറിങ് പോയത് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആക്സിൽ. നോക്കട്ടെ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരട്ടെ. അപ്പം നമുക്കത് വരെ പെട്ടിരിക്കാം. വണ്ടി അകത്ത് കയറ്റി ആ ടയറിൽ നിന്ന് തന്നെയാണ് കേട്ടോ ടിക് ടിക് എന്നുള്ള ശബ്ദമുള്ളത്. അവനും കിട്ടി. ജസ്റ്റ് അത് പൊക്കി നോക്കി ബെയറിംഗ് ആണോ ആക്സിലാണോ എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാനുള്ള പരിപാടി നിൽക്കുകയാണ്. ബാക്കി ഇനി നമുക്ക് കാണാം. അത് തന്നെ അതന്നെ ടിക് 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 അടിച്ചോണ്ടിരിക്കുന്നു. ആക്സിലാണ്. അപ്പോൾ ടക് ടക് ടക്കിനെ കണ്ടിന്യൂസ് കിടക്കിടക്കിടാന്ന് കേട്ടോണ്ടിരിക്കുന്നു. കേട്ടോണ്ടിരിക്കുന്നു. അത് തമിഴ് അഭിജിത്ത്. അപ്പോൾ ആക്സിൽ പോയത് തന്നെ കേട്ടോ. ശബ്ദം കേൾക്കണുണ്ടോന്ന് അറിയില്ല. ജസ്റ്റ് ടക്ക് 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 എന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ട്, കണ്ടോ? കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് പ്രശ്നം. അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ ആക്സിൽ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ജെസിയും കൂടെ പോവുകയാണ്. ഗായ്സ്, വിൽ ഗോ ടേക്ക് ആക്സിൽ കം ബാക്ക് ചേഞ്ച്. ഫ്രഷ് അല്ല കേട്ടോ എടുക്കുന്നത്, സെക്കൻഡ് യൂസ്ഡ് ആണ് സാധനം എടുക്കുന്നത്. നല്ല സാധനങ്ങൾ കിട്ടും. നമ്മളിവിടെ സ്ക്രാപ്പിൽ മാർക്കറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞങ്ങൾ പോയി നോക്കി നല്ലൊരു ആക്സിൽ നോക്കി എടുത്ത്, പിന്നെ അവൻ്റെ ഈ ഡോർ ലോക്ക് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആ ഡോറിൻ്റെ ലോക്ക് കൂടെ കിട്ടുമെങ്കിൽ അതും കൂടെ എടുത്തുകൊണ്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ കലേശയുടെ തന്നെ മാറിത്തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് നേരെ സ്ക്രാപ്പിൽ. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ആക്സിൽ കിട്ടി, ആക്സിൽ കിട്ടി കേട്ടോ. നല്ല ബൂട്ടൊന്നും വേറെ പ്രശ്നമൊന്നുമില്ലാത്ത നല്ലൊരു ആക്സിൽ കിട്ടി. ഇനി അടുത്ത ഡോർ ലോക്ക്, അവൻ്റെ ഡോർ ലോക്ക് റൈറ്റ് സൈഡ് ഡോർ ലോക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഡോർ ലോക്ക് ഷൈനസിട്ട് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു എസ്റ്റീമിൻ്റെ ഡോർ ലോക്ക് കൂടെ നമുക്കൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് വിളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പയ്യെ വീഡിയോ കണ്ടിട്ട് കണ്ണൂരുള്ളൊരു ഫ്രണ്ടാണ് അവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓസ് ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി എടുത്തു. ഇനി ഡോർ ലോക്ക് കൂടെ വേണം, അതും കൂടെ എടുത്തിട്ട് അതും കൂടെ ഇനി ഒന്ന് അയച്ചു കൊടുക്കണം അവന്. അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നേരെ വർക്ക്ഷോപ്പിൽ പോയി അവൻ്റെ ആക്സിലും മാറി ആ ഡോർ ലോക്ക് മാറിയതിന് ശേഷം നേരെ വിജയസിന് വേണ്ടി പോയി ആ പവർ സ്റ്റിയറിങ് ഓസും എടുത്ത് ആ ഡോർ ലോക്കും കൂടെ എടുത്തിട്ട് ആ ഡോർ ഹാൻഡിലും കൂടെ എടുത്തിട്ട് അത് എസ്റ്റീമിൻ്റെ ഡോർ ഹാൻഡിലും കൂടെ എടുത്തിട്ട് നമുക്ക് കൊറിയർ കൊടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഡോർ ലോക്ക് കിട്ടി. ഇനി അടുത്ത എസ്റ്റീമിൻ്റെ ആ ബാക്ക് ഡോർ ഹാൻഡിലും കൂടെ വേണം. അപ്പോൾ അതും കൂടെ എടുക്കാനുള്ള പ്ലാനാണ്. ഡോർ ലോക്കും പിന്നെ ആക്സിലും കിട്ടി, ലെഫ്റ്റ് സൈഡിൽ ആക്സിലും കിട്ടി. ഇനി എസ്റ്റീമിൻ്റെ ഇതും കൂടെ എടുക്കണം, ഡോർ ഹാൻഡിലും കൂടെ എടുക്കണം. അപ്പോൾ ചേട്ടൻ ഇളകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എസ്റ്റീമിൻ്റെ ആ ഡോർ ഹാൻഡിലും കിട്ടി. അപ്പോൾ ഇതും കൂടെ ഇനി ഇത് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ആ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡും പവർ സ്റ്റിയറിങ്ങിൻ്റെ ഹോസും, അപ്പോൾ ആ ഫ്ലൂയിഡ് വരുന്ന ഹോസും ഇതും കൂടെ ആ പയ്യന് കണ്ണൂരിലെ പയ്യനാണ് അവന് അയച്ചു കൊടുക്കണം, കൊറിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ. ഇതിൻ്റെ ആക്ച്വലി മാറി ഈ ഡോർ ലോക്ക് അപ്പർ സൈഡ് ഡോർ ലോക്ക് മാറിയതിനു ശേഷം ഇത് അയച്ചു കൊടുക്കണം. ഇതും പറഞ്ഞ പോലെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓസും കൂടെ അയച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് പ്ലാന്.
കഴിഞ്ഞാൽ നേരെ കൈലേഷനോട് പോയി ഇതിൻ്റെ ആക്സിൽ മാറി ആ ഡോർ ലോക്ക് മാറി കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ആ എസ്റ്റീമിൻ്റെ അതും കൂടെ അയച്ചു കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി ഇനി കൈലേഷനോട് നിന്നോ. അപ്പോൾ ആക്സിൽ കിട്ടി. ഇപ്പോൾ അതിന് ആക്സിലും ഡോർ ലോക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ വന്നു. പണി ഇപ്പോൾ തുടങ്ങും. ഇത്രയൊക്കെ എന്താ ജാക്കിയൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ വെയിലിളക്കി ബാക്കി പരിപാടിയിലോട്ട് കിടക്കുകയാണ്. നീ ഇപ്പോൾ കാണാൻ നിന്നെ വീഡിയോയിൽ കാണിക്കണം, നിന്നെ കാണിക്കും. ഇതാണ് അരുൺ. എന്നെ കാണിക്കേ അൽ ജസീം. അതാണ് പഴയ ആക്സിൽ. ഇതേ ആക്സിൽ കയറ്റുകയാണ്. പഴയത് ഓൾഡ് ആക്സിൽ. മലയ്ക്ക് പോയാൽ പത്തനംതിട്ട എത്തി. ആരവണ സ്വാമി. പഴയ ആക്സിൽ മാറിയിട്ട് പുതിയ ആക്സിൽ കയറ്റി ബാക്കിയെല്ലാം ടൈറ്റ് ചെയ്യുകയാണ്. ഇനി എന്നിട്ട് വണ്ടി ഓട്ടിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ വണ്ടി ഡോർ ലോക്ക് കൂടെ മാറും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ ഡോർ ലോക്ക് മാറണം. എന്നിട്ട് വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് ബാക്കി കഥ പറയാം. ഇതിപ്പോൾ നമ്മൾ മാറിയ പുതിയ ഗിയർ ഓയിലാണ് കേട്ടോ. ഉണ്ട് ഉണ്ടോ പുതിയ ഗിയർ ഓയിൽ ഇളക്കിയപ്പോൾ ആക്സിൽ ഇളക്കി വന്ന ഗിയർ ഓയിലാണ് കേട്ടോ. അത് തിരിച്ച് കഴിക്കും. അപ്പോൾ അതാ ആക്സിൽ മാറിയിട്ട് വീലിനെറ്റ് അടുത്ത് വീല് കയറ്റി വീലിനെറ്റ് ടൈറ്റ് ചെയ്യാണ്. ഇനി അതിനുശേഷം ഡോർ ലോക്ക് മാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിയും. ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് വീലിനെറ്റ് രണ്ടെണ്ണം ലൂസും ആയിരുന്നു കേട്ടോ. കാരണം ഇനി ആ ആക്സിൽ പോയിട്ട് അതിൻ്റെ ഷേക്ക് കാരണം വല്ല വീലിനെറ്റ് ലൂസ് ആവാനാണ് ചാൻസ്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് എല്ലാ വീലിനെട്ടും ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ബാക്കി നോക്കാം. കലേശ്വരം വന്നു. കലേശ്വരം വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ. അപ്രൂവ്ഡ് ആണ്. നീ നാണിക്കില്ലേ? നിന്നെ ഇവിടെ എല്ലാവരും കാണട്ടെ. ഡോർ ലോക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു. ഡോർ ലോക്ക് മേടിച്ചു കേട്ടോ. പുതിയ ഡോർ ലോക്കും കൂടെ മേടിച്ചു. ഇനി അതും കൂടെ മാറിയാൽ മതി. റെഡി സെറ്റാവും. ചേട്ടൻ വർക്കിനാണ്. അപ്പോൾ ഡോർ ലോക്ക് സെറ്റ് ചെയ്തു. ഡോർ ലോക്ക് എല്ലാം റെഡിയായി. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കലേശിട്ട് ഒന്ന് ഇറക്കി ഓടിച്ച് നോക്കിയിട്ട് ആക്സിലെ ശബ്ദം എല്ലാം ഒന്ന് കൺഫേം ആക്കി ഒന്ന് റെഡിയായി ഓക്കെ ആണെന്നുള്ളത് ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം പരിപാടി കഴിഞ്ഞു. ആ ഡോർ പാഡ് ടൈറ്റ് ചെയ്യണം കേട്ടോ. സാധനം കിട്ടുമല്ലേ? 800 പീസ് ഇല്ലേ? 100 പീസ് നല്ല സാധനം കിട്ടും. റേറ്റും കുറവാണ്. കറക്റ്റ് അകത്തേക്ക് നമുക്ക് കൊടുക്കാം. വെളിയിൽ കിടക്കാതെ അകത്തേക്ക്. കലേശേട്ടൻ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കിയിട്ട് വർക്ക് കഴിഞ്ഞേട്ടാ. ആക്സിൽ കുഴപ്പമൊന്നുമില്ല. ഈ ഡോർ ഹാൻഡിൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഡോർ ഹാൻഡിൽ മാറി കേട്ടോ. അത് റെഡി ആക്കിയിട്ടുണ്ട്. ആ ആക്സിലിൻ്റെ ശബ്ദം ഉണ്ടെന്ന് അത് മാറിയിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുപോലെ ബൈ ഗായ്സ്. അത് മാത്രമല്ല ഇനി ഈ വണ്ടി പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും വർക്ക് ട്രിവാൻഡ്രം ബേസിലായിട്ടുള്ളവർക്ക് വർക്ക് നമ്മളെ തന്ന് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വണ്ടി നമ്മളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ജസ്മിന് മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാലും മതി. കമൻറ്റ് ഇട്ടാലും മതി. റിപ്ലൈ തരുന്നതായിരിക്കും. ഷുവറായി റിപ്ലൈ തരും കേട്ടോ. അപ്പം
ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ മാറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലെഫ്റ്റ് സൈഡ് ആക്സിൽ കംപ്ലൈൻ്റ് ആയിരുന്നു, അത് മാറി. പിന്നെ ഈ ഡോർ ഹാൻഡിൽ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അത് മാറി. പിന്നെ അതിൻ്റെ ലോക്കും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അത് മാറി. ഈ ഡോറിൻ്റെ ലോക്കും ഡോർ ഹാൻഡിലും മാറി, ആക്സിലും മാറി. അപ്പോൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. വർക്ക് കഴിഞ്ഞു. ഇത് കലേശയുടെ വണ്ടി ഓടിച്ച് നോക്കി ഓക്കെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ഗൈസ്. വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് 2 പയ്യന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളും കണ്ടത് ജസ്റ്റ് വണ്ടി ഓടിക്കാൻ പോയിട്ട് ഇതാ നിങ്ങളെ പേര് പറ. ആനന്ദും ഡേവിഡ്. അമ്മമാർ കൊട്ടാരക്കരയിൽ നിന്ന് വന്നതാണ് കേട്ടോ നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല വരുന്നപ്പോൾ ഡോർ പാഡും ഉണ്ട് വെച്ചിരിക്കുകയാണ്. അമ്മമാർ കൊണ്ടുവന്നതാണ് നമ്മളെ കാണാൻ വേണ്ടി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അവർക്ക് സെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെയിലിനുണ്ടാവും. അത് ഞാൻ ഈ വീഡിയോ അവസാനം കറക്റ്റ് എത്രയാവുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ആ പയ്യന്മാർ പോയി കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഷിബിയുടെ വണ്ടിയുണ്ട്, കൃഷ്ണൻ്റെ വണ്ടിയുണ്ട്, ജസ്സിൻ്റെ വണ്ടിയുണ്ട്, ഹാരത്തിൻ്റെ വണ്ടിയുണ്ട്. നമ്മൾ വണ്ടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചാൽ എൻ്റെ കൂട്ടത്തിൽ ആ പയ്യന്മാർ വന്നപ്പോൾ ഒരു ഡോർ പാഡ്, ഒരു സെറ്റ് ഡോർ പാഡും കൊണ്ടുവന്നു കേട്ടോ. ഇതാണ് പവർ വിൻഡോ പറഞ്ഞതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ സെയിലിന് ഉടനെ ഇടും. ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ബാക്കി അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ മതി. സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എത്രയും റേറ്റും കാര്യങ്ങളെല്ലാം അതിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഷിപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഉടനെ തന്നെ കുറച്ച് സെറ്റ് ഡോർ പാഡും കൂടി നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ എനിക്കോ ജസ്മിനോ വിഷ്ണുചാരനോ ആർക്കെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഡോർ പാഡിൻ്റെ വില എത്രയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഞാൻ ഫീഡ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ കാണാം.